കലശം. കലശം. കലശത്തിനൊരു ഉദരമുണ്ട്. അവിടെയാണ് ജലം സൂക്ഷിക്കുന്നത്. എന്നാൽ ശരീരമില്ല. അതിന് വായുണ്ട്. അതിൽ കൂടിയാണ് ജലം നിറയ്ക്കുന്നത്. എന്നാൽ ജീവൻ ഉണ്ടായിരിക്കില്ല. കലശം. എന്തുപറ്റി? ഇപ്പൊ നിങ്ങൾ ഇരുവരും നിശബ്ദരായത് എന്തുകൊണ്ടാ? ഉത്തരം നൽകാത്തത് എന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ മറുപടി പറയാത്തത് എന്താ? പറയൂ. ഇത്രയും കഠിനമായ ചോദ്യത്തിന് ഉത്തരം നീ എത്ര നിസ്സാരമായിട്ടാണ് നൽകിയത്. ഇനി നമ്മെ മോചിപ്പിച്ചാലും നിങ്ങൾ നമുക്ക് വാക്ക് നൽകിയതാണ്. ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാ നമ്മെ മോചിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? നമ്മെ വിട്ടാലും നമ്മെ മോചിപ്പിക്കൂ. ഇവിടുന്ന് നമ്മെ മോചിപ്പിക്കൂ. നിന്നെ മോചിപ്പിക്കൂന്ന് ഞങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്? ഞങ്ങൾ നിന്നോടൊരു കടങ്കഥ മാത്രമാണ് ചോദിച്ചത്. എന്നിട്ട് അതിന്റെ ഉത്തരം നൽകാനോ ആവശ്യപ്പെട്ടു. ഇത് അന്യായമാണ്. നമ്മെ വെറുതെ വിടൂ. വാക്ക് നൽകിയ ശേഷം പാലിക്കാതിരിക്കുന്നത് പാപമാണ്. നമ്മെ വിടൂ. നമ്മെ മോചിപ്പിക്കൂ. നമുക്ക് നമ്മുടെ പിതാശ്രീയുടെ അടുത്തേക്ക് പോകണം. നമ്മെ വിടൂ. നമ്മെ വിടാനാ പറഞ്ഞത്. പിതാശ്രീ! എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ആദ്യം കൊടുങ്കാറ്റ്, പിന്നെ 2 വൃക്ഷങ്ങൾ നമ്മെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്താ, ആരെങ്കിലും നമ്മുടെ മാർഗം തടയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിതാശ്രീ, പിതാശ്രീ എവിടെ പോയി? പിതാശ്രീ നമുക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ. പിതാശ്രീ അങ്ങ് എവിടെയാണ്? ഇപ്രകാരമുള്ള ചിഹ്നം നാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അല്ലയോ അതിദേവ, ഈ ചിഹ്നമുള്ള വ്യക്തിയെ നാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതുമാത്രമല്ല, രാജകുമാരിയുടെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് 3 ദിവസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ മഹാവിനാശം സംഭവിക്കുമെന്നാണ്. പിതാശ്രീ! പിതാശ്രീ നമ്മെ രക്ഷിച്ചാലും! പിതാശ്രീ! പിതാശ്രീ നമ്മെ രക്ഷിച്ചാലും! പിതാശ്രീ നമ്മെ രക്ഷിക്കൂ! പിതാശ്രീ! പിതാശ്രീ നമുക്ക് മൃത്യു സംഭവിക്കുന്നതാണ്. ഇതെന്താണ്? ഇത് രൂപവതിയുടെ ശബ്ദമാണല്ലോ. രൂപവതി ഇവിടെ എങ്ങനെയാണ് വന്നത്? പിതാശ്രീ നമ്മെ രക്ഷിച്ചാലും! പിതാശ്രീ നമ്മെ വേഗം രക്ഷിച്ചാലും! രൂപവതി പുത്രി, എവിടെയാണ് നീ? രൂപവതി എവിടെയാണ് നീ? നാം ഇതാ വരുന്നു. രൂപവതി! ഈ സമയത്ത് രൂപവതിക്ക് വിവാഹയോഗം നാം കാണുന്നില്ല. കഴിയുന്നത്രയും വേഗം അവളുടെ പട്ടാഭിഷേകം നടത്തുന്നതാണ് ഏറ്റവും ഉചിതം. രൂപവതി രൂപനഗരത്തിന്റെ ഭാവിയാണ്. രൂപവതി! രൂപവതി! പുത്രി! പുത്രി! രൂപവതി! പിതാശ്രീ! പിതാശ്രീ നമ്മെ രക്ഷിച്ചാലും! പിതാശ്രീ! രൂപവതി! പുത്രി! നിനക്ക് നമ്മുടെ ശബ്ദം കേൾക്കാമോ പുത്രി? നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എവിടെയാണ് പുത്രി? പിതാശ്രീ നമുക്ക് മൃത്യു സംഭവിക്കും. പിതാശ്രീ! നീ എവിടെയാണ് പുത്രി? രൂപവതി!